നെക്സ്റ്റ് ടോപ്പിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയുണ്ട്, ഓരോ കമ്പോണൻറ്റിൻ്റെയും പർപ്പസുകൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് ഈ സർവീസ് എല്ലാം നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് അറിയാവുന്നൊരു വ്യക്തിക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ഡിസൈൻ ചെയ്യും. ആ ഒരു ഡിസൈനിങ്ങിനെയാണ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ OS provide many services and support a variety of hardware and software resources, thereby it tends to be complex. അപ്പോൾ OS ഒരുപാട് സർവീസസ് അറ്റ് എ ടൈം കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിസോഴ്സസ് അറ്റ് എ ടൈം പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡ്സ് ടു ബി വെരി കോംപ്ലെക്സ്. അപ്പോൾ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിനെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, അതായത് OS സ്ട്രക്ചർ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ, ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഡിസൈനേഴ്സ് ടു മാനേജ് ദ കോംപ്ലെക്സിറ്റി ബൈ ഓർഗനൈസിങ് OSൻ്റെ കമ്പോണൻറ്റ്സ് വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്തും ഓരോ കമ്പോണൻറ്റിനും എന്തൊക്കെ പ്രിവിലേജുകളാണ് കൊടുക്കുന്നത് സ്പെസിഫൈ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ OSൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ OSൻ്റെ ഡിസൈനേഴ്സിന് ഇറ്റ് ഹെൽപ്സ് വെരി ഈസിലി. ഓക്കെ, ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് എ മോണോലിത്തിക് OS സ്ട്രക്ചർ. അതായത് ഏർലി OSകളിൽ, പണ്ട് കാലത്തുള്ള OSകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രക്ചറായിരുന്നു മോണോലിത്തിക് എന്ന് പറഞ്ഞ പേരുള്ള സ്ട്രക്ചർ. സിമ്പിൾ സ്ട്രക്ചറായിരുന്നു. ദ കോർ സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കളക്റ്റീവ്ലി നോൺ ആസ് കേർണൽ. നമ്മൾ കണ്ടാണ് OSൻ്റെ കേർണൽ എന്ന് പറഞ്ഞ പാർട്ടാണ് എല്ലാ കമ്പോണൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ദ കേർണൽ ഹാസ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഓൾ ഓഫ് ദ റിസോഴ്സസ് ഓൺ ദ സിസ്റ്റം. കേർണലിനാണ് സിസ്റ്റത്തിനകത്തുള്ള എല്ലാ റിസോഴ്സുകളുമായിട്ട് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ഉള്ളത്. In early monolithic system, each component of the operating system was contained within the kernel. ഈ ഏർലി സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കേർണലിനകത്തായിരുന്നു OSൻ്റെ എല്ലാ കമ്പോണൻസും. OSൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് സിങ്ക്രണൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഇങ്ങനെ പോകുന്നതാണ് എല്ലാം OSൻ്റെ കമ്പോണൻസിൽ. ഈ കമ്പോണൻറ്റുകളെല്ലാം കേർണലിനകത്ത് തന്നെയായിരുന്നു. കുഡ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്റ്റ്ലി വിത്ത് എനി അതർ കമ്പോണൻറ്റ് ആൻഡ് ഹാഡ് അൺറെസ്ട്രിക്റ്റഡ് സിസ്റ്റം ആക്സസ്. ഈ ഒരു ആർക്കിടെക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കമ്പോണൻറ്റും കേർണലിനകത്താണ് ഓർഗനൈസ് ചെയ്തത്. ഈ കേർണൽ പാർട്ടിനായതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. അൺറെസ്ട്രിക്റ്റഡ് ആക്സസ്സും ആയിരുന്നു സിസ്റ്റമായിട്ട്. While this made the operating system very efficient, it also meant that errors were more difficult to isolate and there was a high risk of damage due to erroneous or malicious code. അപ്പോൾ എല്ലാവരും കേർണലിൽ തന്നെയാണ്, അല്ലെ, എല്ലാവർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എല്ലാ കമ്പോണൻസിനും. അതുകൊണ്ട് തന്നെ എറേഴ്സ് ഉണ്ടാകാൻ, ഒരാൾ മൂലം ഉണ്ടാകുന്ന എറേഴ്സ് കേർണൽ പാർട്ടിന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആരുടെ ഭാഗത്തു നിന്നാണ് എറർ ഉണ്ടായത് എന്ന് ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനുമില്ല. അപ്പോൾ അത് ഒരു മേജർ ഡിഫിക്കൽട്ടായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് മോണോലിത്തിക് സ്ട്രക്ചറിൻ്റെ കേസിൽ പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും എല്ലാ സ്ട്രക്ചറും ഫിഗറൈസ് ചെയ്താണ് പറയുന്നത്. ആപ്ലിക്കേഷൻസ് മാത്രമായിരുന്നു യൂസറിൻ്റെ പാർട്ട്, യൂസറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് മാത്രം. അത് കഴിഞ്ഞ് കേർണൽ സ്പേസിലായിരുന്നു സിസ്റ്റം കോൾ ഇൻ്റർഫേസ് കണ്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലാം മാനേജ് ചെയ്യുന്നത് ഇൻസൈഡ് ദ കേർണലായിരുന്നു. അപ്പോൾ ഈ കമ്പോണൻറ്റുകളെല്ലാം ഫിക്സ് ചെയ്തിരുന്നത് കേർണലിനകത്ത് തന്നെയായിരുന്നു. ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതൊരൊറ്റ കോറിനകത്ത് കൊടുത്ത പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി പറഞ്ഞത്. ഓക്കെ, പക്ഷേ അതിൻ്റെ പെർഫോമൻസ്, മോണോലിത്തിക്കിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതിനകത്ത് തന്നെയുണ്ട്. ഒരാളെ കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ്, മറ്റേ എറേഴ്സ് ഒന്നും ഉണ്ടായില്ല, ഈ പെർഫോമൻസ്
നല്ല രീതിയിലായിരുന്നു. ദ സെക്കൻഡ് വൺ ഈസ് ലെയേർഡ് അപ്രോച്ച്. ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, 1 by 1 ആയിട്ട് ഒന്നിൻ്റെ അകത്ത് ഒന്ന് അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിക്കെയിം ലാർജർ ആൻഡ് മോർ കോംപ്ലെക്സ്, ദിസ് അപ്രോച്ച് വാസ് ലാർജ്ലി അബണ്ടൻറ്റ് ഇൻ ഫേവർ ഓഫ് എ മോഡുലാർ അപ്രോച്ച് which grouped components with a similar functionality into layers to help operating system designers to manage the complexity of the system. അപ്പോൾ ഈ ലെയേർഡ് അപ്രോച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊഡ്യുലാർ അപ്രോച്ചായിരുന്നു. മൊഡ്യൂൾ വൈസ്, മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മൊഡ്യൂളായിട്ട് തരംതിരിക്കുന്നതിനകത്ത് ഇപ്പോൾ നിങ്ങൾ തന്നെ പഠിക്കുകയാണ് 5 മൊഡ്യൂൾ. ആ 5 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിലും എന്താണ്, ഓരോ ടോപ്പിക്കുകളുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൊഡ്യുലാർ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സിമിലർ ഫങ്ഷനാലിറ്റി ഉള്ളവരെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് കമ്പോണൻറ്റ്സ് വിത്ത് എ സിമിലർ ഫങ്ഷനാലിറ്റി ആൻഡ് ഇൻ ടു ലെയേഴ്സ് വിച്ച് ഹെൽപ്പ് ദ OS ഡിസൈനേഴ്സ് ടു മാനേജ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സിസ്റ്റം വെരി ഈസിലി. അതായിരുന്നു ലെയർഡ് അപ്രോച്ചിൻ്റെ ഒരു സ്റ്റൈൽ. അത് മനസ്സിലാക്കി വയ്ക്കണം. which uses modular approach. Which means എന്താണ്, group the components with a similar functionality into layers to help OS designers to manage the complexity of the system. In this kind of architecture, each layer communicates only with the layers immediately below and above. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന ലെയറുകളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓരോ ലെയറിനും. അപ്പോൾ ലെയർഡ് അപ്രോച്ചിൻ്റെ പ്രത്യേകത പറഞ്ഞ് മൊഡ്യൂൾ വൈസ് ആണ്, ഗ്രൂപ്പിംഗ് കമ്പോണൻസ് വിത്ത് സിമിലർ ഫങ്ഷനാലിറ്റി ആൻഡ് ഇൻ കേസ് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഓരോ ലെയറിനും തൊട്ട് പുറകിലും തൊട്ട് മുമ്പിലും കിടക്കുന്ന ലെയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ ഒരു ലെയറിന് സർവീസ് കൊടുക്കുന്നത് ദ ലോവർ ലെവൽ ലെയേഴ്സ് ആയിരിക്കും. The next sentence ആണ്, and lower level layers provide services to higher level ones using an interface that hides their implementation. അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ ഹൈഡ് ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ലോവർ ലെവലിൽ കിടക്കുന്ന, തൊട്ട് പുറകിൽ കിടക്കുന്ന ലെയർ അടുത്ത ആൾക്ക് സർവീസ് കൊടുക്കുന്നു. ആ രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഡിസൈൻ. The modularity of layered operating system allows the implementation of each layer to be modified without requiring any modification to adjacent layers. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഹൈഡ് ചെയ്യുന്നു, ഓരോ ലെയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ ലെയറിലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ അഡ്ജസൻറ്റ് ലെയേഴ്സ്. അഡ്ജസൻറ്റ് ലെയറിനെ മോഡിഫൈ ചെയ്യാണ്ട് തന്നെ ഓരോ ലെയറിനെയും മോഡിഫിക്കേഷൻസ് വരുത്താം. Although this modular approach imposes structure and consistency on the operating system, simplifying debugging and modification, a service request from a user may pass through many layers of the system software before it is serviced, and performance compares unfavorably to that of a monolithic kernel. ഓൾദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യുലർ അപ്രോച്ച് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം, ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ട്, ഡീബഗിങ് ആൻഡ് മോഡിഫിക്കേഷൻ ഈസിയാണ്, സിംപ്ലിഫൈ ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സർവീസ് റിക്വസ്റ്റ് എല്ലാം ഫ്രം യൂസർ പ്രോസസ്സിൽ നിന്ന് ലെയേഴ്സിലേക്ക് പാസ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. പെർഫോമൻസ് മാത്രം മോണോലിത്തിക്കിൻ്റെ അത്രയും പോയില്ല. പെർഫോമൻസ് കമ്പയർഡ് ടു മോണോലിത്തിക് unfavorably. Okay. Also, because all layers still have unrestricted access to the system, the kernel is still susceptible to erroneous or malicious code. Kernel ഇപ്പോഴും എന്താണ്, എറേഴ്സിനും മലീഷ്യസ് കോഡിനും ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ലെയേഴ്സും കേർണലിനകത്ത് തന്നെയായിരുന്നു, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ഉണ്ടായിരുന്നു സിസ്റ്റമായിട്ട്. അതുകൊണ്ട് തന്നെ എറേഴ്സ് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടുതലായിരുന്നു. അതാണ് കേർണൽ ഈസ് സ്റ്റിൽ സസെപ്റ്റിബിൾ ടു എറോണിയസ് ഓർ മലീഷ്യസ് കോഡ്. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലെയർഡ് അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലിനക്സിൻ്റെ ഒരുപാട് വേർഷൻസ് ലെയേർഡ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സിസ്റ്റം കോൾ എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ പറഞ്ഞത് തന്നെ ഈ ലെയേർഡ് സ്റ്റൈലിലാണ്. കാരണം കേർണലിനകത്താണ് നമ്മൾ സിസ്റ്റം കോൾ പഠിക്കുന്നത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയത് കേർണലിനാണ്
എല്ലാ റിസോഴ്സുകളും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ കമ്പോണൻ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് കേർണലാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കി യൂസർ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇവിടെ യൂസർ സ്പേസിൽ. ആകെപ്പാടെ ഒരു വ്യത്യാസം എന്താണ്, കേർണൽ സ്പേസിൽ 4 കമ്പോണൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ 4 കമ്പോണൻറ്റിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ കാണിച്ചേക്കുന്നുണ്ടോ അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പ്രോസസ്സർ ഷെഡ്യൂളിങ്ങിന് തൊട്ട് മുമ്പിലാണ് ആളുള്ളൂ, അപ്പോൾ അതിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റിനാണെങ്കിലും മെസ്സേജ് ഇൻ്റർപ്രറ്ററിനും അതുപോലെ തന്നെ മെസ്സേജ് പാസിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, അവരുമായിട്ടും പ്രോസസ്സർ സ്കെഡ്യൂളിങ്ങുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലെയർഡ് അപ്രോച്ചിൽ പേരിട്ടിരിക്കുന്ന കമ്പോണൻറ്റിനെ ഈ രീതിയിലാണെന്ന് മാത്രം. ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, മെസ്സേജ് ഇൻ്റർപ്രറ്റർ കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് സ്കെഡ്യൂളിങ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ കേർണൽ സിസ്റ്റം സ്ട്രക്ചർ. 3 സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് മോണോലിത്തിക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലെയേർഡ് ആൻഡ് ദ തേർഡ് വൺ ഈസ് മൈക്രോ കേർണൽ. മൈക്രോ കേർണൽ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അറിയാം, കേർണൽ ചെറുതായി. അപ്പോൾ അതിൻ്റെ അർത്ഥം കേർണലിനകത്ത് എല്ലാവരും ഇല്ല അല്ലേ. എ മൈക്രോ കേർണൽ ആർക്കിടെക്ചർ ഇൻക്ലൂഡ്സ് ഓൺലി എ വെരി സ്മോൾ നമ്പർ ഓഫ് സർവീസസ് വിത്തിൻ ദ കേർണൽ. That is the name microkernel in an attempt to keep it small and scalable. കേർണലിനെ എന്താക്കി, make it as a small and scalable one. The services typically include low-level memory management, inter-process communication, and basic process synchronization to enable processes to cooperate. അപ്പോൾ കേർണൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവീസ് പാർട്ടായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ലോ ലെവൽ മെമ്മറി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോസസ് സിങ്ക്രണൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ. പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ടു എനേബിൾ പ്രോസസ്സസ് ടു കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈക്രോ കേർണൽ ഡിസൈൻസിലാണെങ്കിൽ മോസ്റ്റ് OS കമ്പോണൻസ് സച്ച് എസ് പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ് എല്ലാം എക്സിക്യൂട്ടിങ് ഔട്ട്സൈഡ് ദ കേർണൽ വിത്ത് എ ലോവർ ലെവൽ ഓഫ് സിസ്റ്റം ആക്സസ്. അവർക്ക് പ്രയോറിറ്റി കുറച്ചുകൊണ്ട് കേർണലിനകത്ത് അവരെ ഉൾപ്പെടുത്താതെ പുറത്ത് അവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, പുറത്ത് അവരെ ഫിക്സ് ചെയ്തു വിത്ത് എ ലോവർ ലെവൽ ഓഫ് സിസ്റ്റം ആക്സസ്. മൈക്രോ കേർണൽസ് ആർ ഹൈലി മോഡ്യുലാർ തന്നെയാണ്. മൈക്രോ കേർണൽസിന് മോഡ്യുലാർ ഫോം അപ്രോച്ച് ഉണ്ട്, മേക്കിംഗ് ദം എക്സ്റ്റെൻസിബിൾ, പോർട്ടബിൾ ആൻഡ് സ്കെയിലബിൾ. അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റെൻസിബിൾ ആകാൻ, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ സാധനം അടുത്ത സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, ആൻഡ് സ്കെയിലബിൾ. എക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിലേക്ക്, ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എത്ര വേണമെങ്കിലും ഫീച്ചേഴ്സ് അഡീഷണൽ കയറ്റാം. OS components outside the kernel can fail without causing operating system to fail. അപ്പോൾ OS കമ്പോണൻറ്റ് പുറത്തുള്ള കേർണലിന് പുറത്തുള്ള കമ്പോണൻറ്റുകൾ ഫെയിലായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വൺ മോർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻ്റർമൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ വിച്ച് ക്യാൻ ഡിഗ്രേഡ് സിസ്റ്റം പെർഫോമൻസ്. ഇൻ്റർമൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കേർണലിനകത്ത് കുറച്ച് മൊഡ്യൂളും കേർണലിന് ഔട്ട്സൈഡ് വേറെ കുറച്ച് മൊഡ്യൂളുമാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർ എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ളവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനമാണോ കുറച്ച് ദൂരെ ഇരിക്കുന്ന സാധനമാണോ നമുക്ക് എടുക്കാൻ എളുപ്പം എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് സിസ്റ്റം കോൾ ഇൻ്റർഫേസ്, ബാക്കിയുള്ളവരൊക്കെ യൂസർ സ്പേസിലേക്ക് പോയി. അതാണ് പുറത്ത് ഔട്ട്സൈഡ് കാണാമെന്ന് പറയുമ്പോൾ പിന്നെ സ്പേസ് ഏതേ ഉള്ളൂ, യൂസർ സ്പേസിലേക്ക് പോയി. ഫയൽ സിസ്റ്റം, പ്രോസസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിവൈസ് മാനേജ്മെൻറ്റ് എല്ലാം യൂസർ സ്പേസിൻ്റെ ഏരിയയിലേക്ക് വിട്ടു. അതാണെങ്കിൽ തന്നെയും അവർ സർവീസ് നടത്തുന്നത് ത്രൂ സിസ്റ്റം കോൾ വഴിയാണ്. അഗെയിൻ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ത്രൂ കേർണലിലൂടെ. ആരൊക്കെ? കേർണൽ സ്പേസിലുള്ള ബാക്കി 3 കമ്പോണൻറ്റ് തമ്മിൽ. പക്ഷേ അവിടെ വരുന്ന എന്താണ്?
ഇൻ്റർ കമ്മ്യൂണിക്കേഷനാണ്, ഇൻ്റർ മൊഡ്യൂളാണ്. കാരണം യൂസർ സ്പേസിലും കേർണൽ സ്പേസിലും രണ്ടിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ്, ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്ത് കിട്ടാനുണ്ടാകുന്ന ഒരു താമസം, അതാണ് ഉദ്ദേശിക്കുന്നത്, പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. കേർണൽ സ്പേസിൽ മെമ്മറി മാനേജ്മെൻറ്റും പ്രോസസ് സിങ്ക്രണൈസേഷൻ, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഔട്ട്സൈഡ് കാണി, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ യൂസർ സ്പേസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ മൈക്രോ കേർണൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. മൈക്രോ കേർണൽ ചില വേർഷൻസിൽ, ലിനക്സിൻ്റെയും വിൻഡോസിൻ്റെയും ചില വേർഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ XP കേട്ടിട്ടുണ്ടാവുമല്ലോ. വിൻഡോസ് XP ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ OS ആയിരുന്നു. അതിൽ മൈക്രോ കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ലിനക്സിൻ്റെ ചില വേർഷൻസിൽ മൈക്രോ കേർണലുണ്ട്. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇതും കഴിഞ്ഞ് IOS ഒക്കെ വേറൊരു സ്ട്രക്ചറാണ്. അത്രയൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ 3 സ്ട്രക്ചർ ഓർത്ത് പഠിക്കുക. ഏതൊക്കെയാണ് മോണോലിത്തിക്, അതുപോലെ തന്നെ ലെയേർഡും മൈക്രോ കേർണലും. ഇപ്പോൾ ആൻഡ്രോയിഡ് പോലുള്ള OSൻ്റെയൊക്കെ സ്ട്രക്ചർ ഇതൊന്നും ആയിരിക്കില്ല, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വിൻഡോസ് കമ്പ്യൂട്ടറിലുള്ള വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഇതിലേതെങ്കിലും ആയിരിക്കും. പണ്ട് കാലത്തുള്ളായിരുന്നു മോണോലിത്തിക്, ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന ലെയേർഡ് അല്ലെങ്കിൽ മൈക്രോ കേർണലായിരിക്കും. ഓക്കെ.